ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, ക്ലാസ്സിന് പോകാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇന്ന് ചെറിയൊരു ഒരു ഒരു ട്രിപ്പ് എന്നല്ല, ഞങ്ങൾ കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോകുകയാണ്. യാത്ര എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ്. അപ്പോൾ അസ്മിക്കുട്ടനെ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ കേട്ടോ. പിന്നെ മെയിനായിട്ട് എന്താ വെച്ചാൽ അസ്മിക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അവൻ കുറച്ച് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അവനക്ക് സർപ്രൈസായിട്ട് വാങ്ങാലോ വിചാരിച്ചിട്ടാണ് ഓനെ കൊണ്ടുപോകാത്തത് കേട്ടോ. പിന്നെ അവന് പാവം ഓനെ കൊണ്ടുപോകാതിരിക്കുമ്പോൾ സങ്കടമുണ്ട്, പക്ഷേ കൊണ്ടുപോയാൽ കുറച്ച് റിസ്ക്കാണ്. പിന്നെ സ്കൂളിൽ മുടക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. എനിക്ക് ക്ലാസ്സിന് പോയിട്ട് 12:45 ട്രെയിൻ, അതിനാണ് പോകാൻ വിചാരിക്കണം കേട്ടോ. അപ്പോൾ അസ്മിക്കുട്ടനെ ഇത് ഫോണുണ്ടോ ഇനി? അസ്മിയ എന്താ പറയാന്? ഒന്നും പറയാനില്ല? ഞാൻ പോട്ടെ, മിച്ച് പോട്ടെ. ശരി തരാം. അപ്പോൾ 12:45 ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ അപ്പോക്കിനെ വന്നിട്ടാ. പിന്നെ ഞങ്ങളൊന്നും ഫുഡൊന്നും കഴിക്കാത്തില്ല. ഇനി ചോറെന്തെങ്കിലും കഴിക്കണമെങ്കിൽ കോഴിക്കോട് എത്തിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ട്. പിന്നെ എനിക്ക് എന്ത് ചെയ്ത് സമൂസ വാങ്ങി തന്ന്. പക്ഷേ സമൂസ ഒരു രസമില്ല കേട്ടോ. എന്നാലും വിശപ്പുള്ളതല്ലേ വെച്ചിട്ട് ഞാൻ ഒന്ന് കഴിച്ചു. പിന്നെ ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെ ട്രെയിനിൽ എത്താൻ ഒരു 5 മിനിറ്റ് ലേറ്റായി. എന്നാലും ഒരുപാട് ലേറ്റ് ആയിട്ടില്ല, ഒരു 5 മിനിറ്റാണ് കേട്ടോ. അങ്ങനെ പിന്നത്തെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഈ റോഡ് എന്താ പറയുക ഡോറിൻ്റെ അവിടെ ഇരുന്ന് പോകണം എന്നുള്ളത്. ഞങ്ങൾ മാനങ്കാട് ഇരുന്നാലും ട്രെയിന് അതിൻ്റെ അടുത്ത് കൂടെ ആണല്ലോ പോകുന്നത്, വീടിൻ്റെ അടുത്ത് കൂടെ. പിന്നെ എൻ്റെ വീട്ടിലിരുന്നാലും ട്രെയിനെ കാണാം. അങ്ങനെ ഒരുപാട് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെയുള്ള ആഗ്രഹമാണ് ഈ ഡോറിൻ്റെ അവിടെ ഇരുന്ന് പോകണം എന്നുള്ളത്. പക്ഷേ അത് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. പക്ഷേ എന്താ ചെയ്യുക, കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ വന്ന് പൊക്കി. പിന്നെ ഞങ്ങൾ കയറിയത് ബോഗി മാറും ചെയ്തിട്ടോ. അപ്പോൾ ടീച്ചർ പറഞ്ഞ് പൈസ അടച്ചിട്ട് വേണമെങ്കിൽ ഇവിടെ കയറി ഇരുന്നോളൂ, സീറ്റിൽ ഇരുന്നോളൂ, ഡോർമ ഇരിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് ഞങ്ങൾ മാറി കയറാമെന്നാണ്. അങ്ങനെ പിന്നെ ഞങ്ങളൊരു പരപ്പനങ്ങാടി എത്തിയപ്പോൾ ഞങ്ങൾ മാറി കയറിയിട്ടാണ്. അങ്ങനെ പിന്നെ ഫൈനലി ഞങ്ങൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. നല്ല വിശപ്പ്. ഞങ്ങൾ എപ്പോൾ കോഴിക്കോട് വന്നാലും ഫുഡ് കഴിക്കുന്നത് ഈ ഹോട്ടലിലാണ് കേട്ടോ, ന്യൂ ഹോട്ടൽ. അതായത് മിഠായി തെരുവിൻ്റെ അടുത്തുള്ള ഹോട്ടലാണ്. ഞങ്ങൾ ഒരുപാടായിട്ട് ഇവിടെ തന്നെ ഉണ്ടോ കഴിക്കാറ്. നല്ല അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ ഒരു ആംബിയൻസൊക്കെ ഉണ്ട് അവിടെ ഉള്ളത്. പിന്നെ ഞങ്ങളിതാ അടിപൊളി ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഞാൻ ചിക്കൻ ബിരിയാണിയും പിന്നെ അർഷു ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ കുട്ടിയില്ലാത്ത പരാതി ഞാൻ അങ്ങനെ പറയണുണ്ട് കേട്ടോ. അപ്പോൾ അർഷു പറഞ്ഞ് സാരില്ല, നമുക്ക് ഇനി പിന്നെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഫുഡിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ വീണ്ടും കുട്ടീനെ അങ്ങനെ മനസ്സിലേക്ക് വരേണ്ട, കുട്ടിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ്. അപ്പോൾ അവർക്ക് വേണ്ടി സർപ്രൈസ് എനിക്ക് ഗിഫ്റ്റ് വാങ്ങാനാണ് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ആയിക്കോട്ടെ മനസ്സിലേക്ക് ഞാൻ അതിങ്ങനെ വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യം വരുന്നത് 10 രൂപ മുതൽ 20, 50 അങ്ങനെ റേറ്റിൽ വരുന്ന ഒരു ചെറിയൊരു ഷോപ്പിംഗ്. ഇവിടെ നല്ല സാധനങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ ചെറിയ സാധനങ്ങളാണ് അവനക്ക് ആഗ്രഹങ്ങൾ. അപ്പോൾ നമ്മൾ പറയാൻ വലുതൊന്നുമല്ലല്ലോ കുട്ടികൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കടയിൽ കയറി അവനക്കുള്ള ആവശ്യത്തിന് സാധനങ്ങളൊക്കെ വാങ്ങാൻ വെച്ച് ഞങ്ങളിതാ അവിടെ കയറി. അതിനെ പിന്നെ ഞങ്ങൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും കടയിൽ ഒരു ഐറ്റംസൊക്കെ ഉണ്ടോയെന്ന് വേണ്ടി ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കേണ്ട. പിന്നെ നല്ല വെയിലുമാണ്. ഞാൻ എൻ്റെ ഇടയിൽ വെള്ളമൊക്കെ വാങ്ങി കുടിച്ചു. പിന്നെ അത് വേറെ കടയുണ്ടാകും. അപ്പോൾ ആ കടയിലില്ലാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ഞങ്ങൾ മിഠായി തെരുവിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടുന്നും അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട്. അതായത് ക്രയോൺസുകൾ, കളറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. പിന്നെ ഇപ്രാവശ്യത്തെ വരവിൻ്റെ ഉദ്ദേശം അസ്മിക്ക് എന്താ പറയുക ഗിഫ്റ്റ് വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ കാരണം ഞങ്ങൾ വേറെ ഒന്നും നോക്കണില്ല കേട്ടോ. അവനക്ക് പറ്റിയ ഐറ്റംസുകൾ എന്താണെന്ന് മാത്രമേ നോക്കണുള്ളൂ. പിന്നെ എനിക്കൊരു ബാഗ് വാങ്ങണമെന്നുണ്ട്. അത് ബാഗും ചെരുപ്പാണ് എനിക്ക് മെയിനായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഉറപ്പൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടുകയാണെങ്കിൽ വാങ്ങാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിന് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി വേറെ കടയിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ബാഗിൻ്റെ സെക്ഷൻ വന്നത്. അപ്പോൾ എനിക്ക് പറ്റിയ ബാഗുകളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ നോക്കി, ഇവിടെ കിട്ടില്ല. ഞാൻ അതിൻ്റെ മുന്നേ വേറൊരു കടയിൽ പോയിട്ട്, പക്ഷേ എനിക്ക് ഈ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അവിടെ നിന്ന്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അത്യാവശ്യം നമ്മുടെ നല്ല ചെറുതും ആവരുത്, നല്ല വലുതും ആവരുത്, അങ്ങനെ ഒരു ഐറ്റംസാണ് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫൈനലി എനിക്ക് അവസാനമായിട്ടൊന്ന് കിട്ടിയിട്ടാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളൊരു 3 മണി 3:30 ആയപ്പോഴാണ് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും വലിയ തിരക്കില്ല. പിന്നെ അത് തിരക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേന് കുറച്ചൊക്കെ സമയം ഞങ്ങൾക്ക് 5:20 ട്രെയിൻ വരും.
അപ്പോൾ ആ ട്രെയിനിന് കിട്ടാമല്ലോ വിചാരിച്ചിട്ടാണ് കോഴിക്കോടൊക്കെ വന്നാൽ സ്ഥിരമായിട്ട് വന്നത് ഈ കടയിൽ നിന്നിട്ട് ഞങ്ങൾ ഹൽവയും പിന്നെ അവിടുന്നൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ ഏതോ മനസ്സിൽ വിചാരിച്ച എന്താ പറയുക മുദ്ര കിട്ടില്ല അപ്പോൾ അത് വാങ്ങിയതാണ്. അങ്ങനെ ഇനിയും അധികം അവിടെ കറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ട്രെയിനിൽ മിസ്സാവും. എനിക്ക് കഷ്ടപ്പെട്ടിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് പക്ഷെ ഇവിടെ വന്നപ്പോൾ ട്രെയിൻ 1 മണിക്കൂറാണ് വെയിറ്റ്. 6 മണി കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വന്നത് കേട്ടോ. പരപ്പനങ്ങാടി വരെ ഡോറിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് നേരമൊക്കെ ഇരിക്കാൻ പറ്റി. പക്ഷേ അവിടുന്ന് മാറി കയറിയതിന് ശേഷം നമ്മൾ ഫുള്ള് നിൽക്കുന്നതായിരുന്നു കേട്ടോ. കോഴിക്കോട് വരെ നിൽക്കുന്നതായിരുന്നു. അപ്പോൾ അതാ കുറച്ച് നടന്നാവും അവസ്ഥ. കോഴിക്കോട് നല്ല തിരക്കുണ്ട് കേട്ടോ. സൂചി കുത്താൻ സ്ഥലം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഫൈനലി ഞങ്ങളുടെ ട്രെയിൻ വന്ന് ഞങ്ങളിതാ കയറി. പറഞ്ഞ പോലെ തന്നെ സൂചി കുത്താൻ സ്ഥലം ഉണ്ടായിട്ടില്ല. ഞാനൊക്കെ ഇങ്ങനെ ഇടുങ്ങി നിൽക്കുകയായിരുന്നു. ഡോറിൻ്റെ ഏകദേശം ആ ഭാഗത്ത് തന്നെ ആയിട്ടാണ് നിൽക്കാൻ പറ്റിയത്. അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല, അത്രയും ജനയിരുന്നു കേട്ടോ. അങ്ങനെ അതാ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ 7 മണിയായപ്പോഴത്തേക്കും ഞാൻ ഇവിടെ എത്തിട്ടോ. കറക്റ്റ് 7 മണിയായപ്പോഴത്തേക്കും 7:05 10 ആയപ്പോഴേക്കും ഇവിടെ എത്തി. അല്ലതാ ഇനി ഞങ്ങൾക്ക് അവിടുന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് വേണം പോകണമെങ്കിൽ. പിന്നെ എന്താ പറയുക, എന്തോ പറയാൻ വന്നു, ഞാൻ മറന്നുപോയി. എന്താ പറയുന്നത് വെച്ചാൽ നന്നായിട്ട് വിശപ്പുണ്ട്, അതന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചായ കുടിക്കാമെന്ന് പറഞ്ഞപ്പോൾ അർഷാൻ ഞങ്ങൾക്ക് ചെമ്പിക്കന്ന് കുടിക്കാമെന്നാണ്. അതിനതാ സക്കീർ കാക്കാൻ്റെ ചായക്കടയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നല്ല അടിപൊളി ബൂസ്റ്റ്, ഞാൻ ബൂസ്റ്റിൻ്റെ ചായയാണ് കുടിച്ചത്. അർഷു പിന്നെ പാൽ ചായ തന്നെയാണ് കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ സമൂസയും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. എത്രക്കുള്ളൂ വീഡിയോ.